റീമ ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ രണ്ടാമത്തെ രാത്രിയിൽ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിൽ ഏറെ പ്രസിദ്ധനായ പാസ്റ്റർ എബനേസും, ഈ യോഗം ഇവിടെ ഈ നിലകളിൽ ക്രമീകരിച്ച പാസ്റ്റർ ജോൺ അവറുകൾ, അനുഗ്രഹീതമായ ക്രൈസ്തവ ഗാനത്തിൻ്റെ ആലാപനത്തോടെ നമ്മെ ആരാധനയിലേക്ക് ആനയിച്ച പാസ്റ്റർ ബിനോയ് വിൽസൺ ആൻഡ് ടീം, ഇന്ന് രാത്രിയിൽ ഈ തിരുവചന കേൾവിക്ക് വേണ്ടി ഇവിടെ വന്നിട്ടുള്ള എല്ലാ പ്രബുദ്ധരായ വിശ്വാസ സമൂഹങ്ങൾ, സുവിശേഷ സ്നേഹിതരായ നാട്ടിലെ പ്രബുദ്ധരായ പ്രദേശവാസികൾ, അനുബന്ധ പ്രിയപ്പെട്ടവരെ, ബഹുജനങ്ങളെ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ ക്രിസ്തീയ അഭിവാദനം അറിയിക്കുകയാണ്. ഈ സുവിശേഷ യോഗത്തിൻ്റെ ഒരു പ്രസംഗകനായി നിങ്ങൾ എന്നെ വിളിച്ചതിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. സുവിശേഷം കാലഹരണപ്പെട്ട ഒരു സന്ദേശമല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നിൻ്റെ സമൂഹത്തിന് അതിപ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതൊരു മതപ്രഭാഷണ വേദിയോ മതപ്രചരണമോ അല്ല. ഇതൊരു മാർഗത്തെക്കുറിച്ച്, മൗലികതയെക്കുറിച്ച്, മാനവികതയെക്കുറിച്ച്, മനുഷ്യൻ്റെ വിമോചനത്തെക്കുറിച്ചുള്ള വിളംബരമാണ് സുവിശേഷ സമ്മേളന വേദികൾ. കഴിഞ്ഞ 2023 വർഷമായി ഭൂമിയിലെ എല്ലാ ഇടങ്ങളിലും, എല്ലാ ഭാഷകളിലും, വിശേഷിച്ച് നമ്മുടെ ഭാരതത്തിൽ ഒരേ സമയം 2000-ലധികം വേദികളിൽ പ്രഘോഷിക്കപ്പെടുന്ന അനുഗ്രഹീതമായൊരു സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ജാതി, മത, വർഗവർണ്ണ വ്യത്യാസങ്ങളില്ലാതെ ഇതിനെ കേൾക്കുവാൻ, ഇതിൽ പങ്കെടുപ്പാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ സുവിശേഷം തരുന്ന സ്വാതന്ത്ര്യവും അംഗീകാരവും ഏറ്റവും ശ്ലാഘനീയമായ, പ്രശംസനീയമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് ഇതൊരു മതപ്രഭാഷണം എന്ന നിലയിൽ ചിത്രീകരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ വീടുകളിലോ വഴിയോരങ്ങളിലോ വാഹനങ്ങളിലോ ഒക്കെ ഇരുന്ന് നിങ്ങൾ ഈ രാത്രിയുടെ ശാന്തതയിൽ ഈ സന്ദേശം ശ്രവിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കാലിക പ്രസക്തമായ കാര്യങ്ങളെ അവതരിപ്പിച്ചും ചരിത്രത്തിൻ്റെ അകമ്പടിയോടെയും ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും ക്രിസ്തു തന്നെ ദൈവമെന്നും മനുഷ്യവിമോചകനെന്നും സ്ഥാപിക്കുവാൻ ഇന്ന് രാത്രിയിലെ ചിന്തകൾക്ക് വേണ്ടി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിച്ചുകൊണ്ട് തിരുവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായി താല്പര്യപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. വിശുദ്ധ ബൈബിൾ ഒരു വിമോചന സന്ദേശത്തിൻ്റെ പ്രകടന പത്രികയാണ്. മനുഷ്യചരിത്രത്തിൽ നാം നടത്തുന്ന ഗവേഷണമോ അന്വേഷണമോ ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന അറിവുകൾ നിരവധിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിമോചനം, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മഹത്തായ ആ അനുഭവം. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, മത സ്വാതന്ത്ര്യം, സാമൂഹിക സ്വാതന്ത്ര്യം, അങ്ങനെ തുടങ്ങുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വിവിധ തലങ്ങൾ. ഭാരതത്തെ സംബന്ധിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്താഗതി വളരെ പ്രബുദ്ധമാണ്. അതിന് കാരണം നൂറ്റാണ്ടുകളായി ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ അടിമത്തത്തിൽ ഒരു രാഷ്ട്രമെന്ന നിലയിൽ നാം അനുഭവിച്ച നരകയാതനയുടെ ചരിത്രം നമുക്ക് ലഭ്യമാണ്. രക്തരൂക്ഷിതമായ കലാപങ്ങളിൽ കൂടെയോ സമരപ്രക്ഷുബ്ധമായിരിക്കുന്ന അന്തരീക്ഷങ്ങളിൽ കൂടെയോ ആശയ വിചാര വിപ്ലവത്തിൽ കൂടെയോ ഒക്കെ അഹിംസാ മാർഗത്തിൻ്റെ അകമ്പടിയിൽ നിന്നുകൊണ്ട് നമ്മുടെ മഹാത്മാഗാന്ധിജി അടക്കമുള്ള ആളുകൾ നമ്മളൊരു രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യം. ഇന്ന് നമ്മൾ ആരുടെ അടിമയല്ല, അടിമയാക്കാൻ ഇനി ആരും ശ്രമിക്കുകയും വേണ്ട. ഈ രാജ്യത്തിന് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നാം പ്രജകളല്ല, പൗരനാണ് എന്നുള്ളത് നമ്മുടെ അഭിമാനകരമായൊരു നേട്ടമാണ്. രാഷ്ട്രീയപരമായ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ വിചിന്തനത്തിന് വേണ്ടി
ഈ വേദി വിധേയപ്പെടുത്തിയാൽ അത്തരത്തിലുള്ള ആശയങ്ങൾ വിളംബരം ചെയ്യേണ്ടതായി വരും, പ്രസ്താവിക്കേണ്ടതായി വരും. സുവിശേഷ പ്രഭാഷണ വേദിയിൽ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവ് പരിമിതമാണ്, നിങ്ങൾക്ക് ഹൃദയ വിശാലതയില്ല, നിങ്ങൾക്ക് രാജ്യത്തോട് പ്രതിബദ്ധതയില്ല, നിങ്ങൾ ഇപ്പോഴും അടിമത്തത്തിലാണ് എന്നുള്ളത് ഓർപ്പിക്കേണ്ടതായിട്ട് വരും. എന്നാൽ അത്തരത്തിലേക്ക് പോകാനുള്ള സമയം ഈ ചെറിയ വേദിയിൽ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി സുവിശേഷം അതിൻ്റെ ആധികാരികതയിൽ തന്നെ സംസാരിക്കുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. വിമോചനത്തിൻ്റെ ചരിത്രങ്ങളുടെ ഒരു പരിശോധന നമ്മൾ നടത്തി നോക്കിയാൽ നിരവധി സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 2-3 കാര്യങ്ങൾ പറയുന്നു. വിശ്വാസികൾ കൈയടിക്കാനും ചാടാനും പാടാനും അന്യഭാഷ പറയാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നുവെങ്കിൽ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ ഇരുന്നുറങ്ങാം. നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളെ ഇപ്പം വാലല്ല തലയാക്കും, ഇപ്പം കിട്ടും, വീട് കിട്ടും, വിസ കിട്ടും എന്നൊന്നും പറയാനൊന്നും എന്നെക്കൊണ്ടാവില്ല. അത്തരത്തിലുള്ള കാര്യമല്ല. ബൈബിൾ എന്താണ്, ബൈബിൾ വിഭാവനം ചെയ്യുന്ന സന്ദേശം എന്താണെന്ന് മാത്രമാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇതിൻ്റെ പരിസരങ്ങളിൽ നിരവധി ആളുകൾ ഇരുന്ന് കേൾക്കുന്നു എന്നൊരു ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഈ വേദിയെ ഇന്നത്തെ ഈ സമയം ഇങ്ങനെ വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് ആരും പരിഭവിക്കരുത്. ഉറങ്ങുകയോ എന്ത് വേണേലും ചെയ്യാം, പക്ഷേ എൻ്റെ പ്രസംഗത്തിന് അസ്വസ്ഥതകളുണ്ടാക്കരുത്, അശ്രദ്ധകളുണ്ടാക്കരുത്. അത് ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ ലോകത്തിൽ നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യത്തിൻ്റെ സന്ദേശത്തിൻ്റെ ആശയം ആദ്യമായി ലഭിക്കുന്നത് ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നുമാണ്. അത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ താത്വിക തലങ്ങളിൽ ജീവിച്ചിരുന്ന പ്ലേറ്റോ എന്ന് പറയുന്ന മനുഷ്യൻ വിഭാവനം ചെയ്ത ഒരു ആശയമാണ്. ആ പുസ്തകത്തിൻ്റെ കേന്ദ്ര സന്ദേശം മനുഷ്യൻ സ്വതന്ത്രനാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അവൻ സ്വതന്ത്ര ജീവിയായി സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവൻ്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ അവനെ അനുവദിക്കണം. പ്ലേറ്റോ അങ്ങനെ പറയാനുള്ള കാരണം അന്ന് സാമ്രാജ്യത്വ വ്യവസ്ഥയാണ്. അലക്സാണ്ടർ പോലെയുള്ളതായ ചക്രവർത്തിവരന്മാർ മൂർച്ച കൂട്ടിയ വാളുകൾ കൊണ്ട് ജനക്കൂട്ടങ്ങളെ മുട്ടുകുത്തിക്കുന്ന, അടിമത്തത്തിൽ കൊണ്ടുപോകുന്ന കിരാത ഭരണവ്യവസ്ഥകൾ നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. മനുഷ്യമൂല്യങ്ങൾക്ക് പ്രാധാന്യതയില്ല, മനുഷ്യൻ്റെ ജീവിതത്തിന് അവൻ്റെ അവകാശങ്ങൾക്ക് പ്രാധാന്യതയില്ല. അധികാരികൾ ഭരണസിരാ കേന്ദ്രങ്ങൾ എന്തു പറയുന്നുവോ അതനുസരിക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ ഒരു അവസാന സമയത്താണ് യേശുക്രിസ്തു പിറന്നു വീണത് എന്നുള്ളത് ഒരു ചരിത്ര വസ്തുതയുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി നോക്കുമ്പോൾ അദ്ദേഹം നടത്തിയ എല്ലാ പ്രസംഗങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന അടിമത്ത വ്യവസ്ഥകൾക്കെതിരെയുള്ള ഒരു പ്രതിരോധത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു പക്ഷേ ഞാൻ ഇന്ന് രാത്രിയിൽ ഈ പറയുന്ന സന്ദേശങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകാം. കാരണം ഇതൊരു ഗ്രാമീണ അന്തരീക്ഷമാണ്, സാധാരണപ്പെട്ട ആളുകളാണ്, കൂടുതലും പ്രായമുള്ള ചില ആളുകളാണ് എനിക്ക് മുമ്പിലിരിക്കുന്നത് എന്ന് കരുതി ഇത്തരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയ വീക്ഷകൻ കൂടെയാണ്, ഒരു സാമൂഹിക പ്രവർത്തനം കൂടെയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തു നിന്നുമാണ് യേശുവിനെ അറിയാനൊരു ഭാഗ്യം എനിക്കുണ്ടായത്. നമ്മുടെ പിതാക്കന്മാരും നമ്മളുമൊക്കെ ചരിത്ര വസ്തുതകളെ, ബൈബിൾ നമ്മുടെ ലോകത്തിന് സംഭാവന ചെയ്ത കാര്യങ്ങളെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാതിരുന്നതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലം ഇന്നത്തെ സഭകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാതീയ മേൽക്കോയ്മകളും മതരാഷ്ട്രീയ വ്യവസ്ഥകളും ഇവിടെ അടിച്ചേൽപ്പിക്കപ്പെടുകയും ബൈബിളിനെ നിരാകരിച്ചുകൊണ്ട് ബൈബിളിൻ്റെ കേന്ദ്ര സന്ദേശമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ രക്ഷാപദ്ധതിയെ മിത്തായി അവതരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രചരണങ്ങൾക്കെതിരെ മിണ്ടാതിരുന്നാൽ നീയും നിൻ്റെ കുടുംബവും നശിക്കും, പക്ഷേ രക്ഷ ജാതികൾക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് വരും. അങ്ങനെ ഞാൻ നശിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, എൻ്റെ കുടുംബം നശിച്ചു പോകാതിരിക്കാൻ, എൻ്റെ പ്രസ്ഥാനം, എൻ്റെ ഈ സമൂഹം അതില്ലാതായി ഒരു ഓർമ്മയായി തീരാതിരിക്കേണ്ടതിന് എന്നാലാവുന്നതുപോലെ എന്നെ ഏൽപ്പിച്ച് ശുശ്രൂഷ ഇന്ന് രാത്രി ഞാനിവിടെ ചെയ്യുകയാണ്. അങ്ങനെ ആയിരിക്കണം എൻ്റെ പുറകിലും മുമ്പിലിരിക്കുന്ന എല്ലാ സുവിശേഷകന്മാരും ചെയ്യാനായിട്ട്. പാട്ടിലും പ്രസംഗത്തിലുമൊക്കെ ആ ഒരു ത്വര, ആ ഒരു ചിന്ത എപ്പോഴും ലോകത്തിന് മുമ്പിൽ അറിയിച്ചു കൊണ്ടിരിക്കണം. ഇന്നലകളിൽ നടന്നതായ പ്രകടന പരിപാടികളൊക്കെ അതിൻ്റെ സമയം കഴിഞ്ഞു. ഭാരതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു തലത്തിലേക്കാണ്.
ഇവിടെ ബൈബിളിൻ്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് ഇലക്ഷനും കൂടെ ഒന്ന് കഴിയട്ടെ, അപ്പോൾ നമുക്കറിയാം. അത്രയും പറഞ്ഞ് ഞാനിവിടെ നിർത്തുന്നു. രാത്രി ഞാനിവിടെ താമസിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ആർക്കെങ്കിലും മനസ്സിലാക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എവിടെ താമസിക്കുന്നത് എനിക്കറിയത്തില്ല, അവിടെ വന്നാൽ നമുക്ക് രാത്രി സംസാരിക്കാം. നാളെ എനിക്ക് പുനലൂരാണ് മീറ്റിംഗ്, ഞാൻ അങ്ങോട്ടേക്ക് പോകും. വെറുതെ എന്തെങ്കിലും ഇവിടെ വരുന്നത് വിളിച്ചു പറഞ്ഞിട്ട് പോകുന്ന ആളല്ല ഞാൻ. ഞങ്ങൾ പറയുന്നതിന് യാഥാർത്ഥ്യമുണ്ട്, ചരിത്രത്തിൻ്റെ തെളിവുണ്ട്, ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അഭിഷേകത്തോടെ അധികാരത്തോടെ അടിവരയിട്ട് പറയുന്നു, ബൈബിൾ സത്യമാണ്, ബൈബിളിൻ്റെ രക്ഷാപദ്ധതി മാത്രം ഏകമാണ്, അതിൻ്റെ കേന്ദ്രബിന്ദു യേശു ക്രിസ്തു മിത്തല്ല, സത്യമാണ്, അവൻ മാത്രമേ മനുഷ്യ വിമോചകനായിട്ടുള്ളൂ. അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ദ റിപ്പബ്ലിക് എന്ന് പറയുന്ന ആശയം വളരെ മനോഹരമാണ്. ഈ കാലഘട്ടത്തിൽ അതിൻ്റെ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ ഭരണ സംവിധാനങ്ങളും ഒക്കെ ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളതായ സാമൂഹിക വ്യവസ്ഥകളിൽ ചില ആശയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കേൾക്കുന്ന കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു സന്ദേശമാണ് ദ ക്യാപിറ്റൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, വർഗരഹിത സമൂഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം. ബൂർഷാ ഭരണത്തിനും ഫാസിസത്തിനുമെതിരെ ഉയർന്ന ജനപ്രതിരോധങ്ങൾ. യഹൂദനായിരുന്ന ബൈബിൾ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന യഹൂദ മതത്തിൽ നിന്നും പ്രൊട്ടസ്റ്റൻ്റ് അനുഭവത്തിലേക്ക് മാറി ബൈബിൾ പഠനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച് അമ്മയുടെ ഉപദേശത്തിൽ നിലനിന്നതായിരിക്കുന്ന കാരൽ മാക്സ്, ഒടുവിൽ അന്നത്തെ യൂറോപ്യൻ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകളിൽ നടന്നിട്ടുള്ള തൊഴിലാളികളുടെ അടിച്ചമർത്തലുകൾക്കെതിരെ, മുതലാളിമാർക്കെതിരെ നടത്തിയതായിരിക്കുന്ന ആശയ വിപ്ലവങ്ങൾ അത് ലോകപ്രസിദ്ധി ആർജിച്ചു. ലോകത്തിലെ ഏറ്റവും അധികം അച്ചടിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥം വിശുദ്ധ ബൈബിളാണ്. ഏറ്റവും അധികം ആളുകൾ വായിച്ചതും ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതും വിശുദ്ധ ബൈബിളാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രചാരം നേടിയ ഒരു പുസ്തകമാണ് ഈ പറയുന്ന പുസ്തകം. ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, ഏതെങ്കിലും കാര്യത്തെ ഊന്നിൽ കൊടുത്ത് പറയുന്നതല്ല. ചരിത്രത്തിൻ്റെ വഴികളിൽ കൂടെ ശ്രോതാക്കളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി സ്വാതന്ത്ര്യത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ നടത്തുന്ന പരിശ്രമം മാത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നമ്മൾ കേൾക്കുന്ന ഒരു വലിയ വിമോചനത്തിൻ്റെ സന്ദേശം വ്യവസായ വിപ്ലവം എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് വിപ്ലവമാണ്. പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. അന്ന് മാങ്ങാ പറിച്ച് നടന്നവർക്കും കാട്ടിക്കയറി ഒളിച്ചിരുന്നവർക്കും ഫ്രഞ്ച് വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ചപ്പോൾ തോന്നും. എൻ്റെ മുമ്പിൽ കുറച്ച് വിദ്യാർത്ഥികളൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് അറിയണം. ഫ്രഞ്ച് വിപ്ലവത്തിനും ബൈബിളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അഭേദ്യമായിരിക്കുന്നൊരു ബന്ധം കിടപ്പുണ്ട്. അതെന്താണെന്നറിയാമോ? അന്നും ഈ പറഞ്ഞതുപോലെ പാപ്പാമതമെന്ന് ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ പരിസരത്തിലുള്ള ചില വീടുകളിൽ ഇരിക്കുന്നവർക്ക് കാര്യം അറിയാം പാപ്പാമതം എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ പൗരോഹിത്യ മതം, അല്ലെങ്കിൽ പ്രഭുത്വ ഭരണം. മനുഷ്യനെ എസ്റ്റേറ്റുകളായിട്ട് തരം തിരിച്ചുകൊണ്ട് തട്ടുകളായി വേർതിരിച്ച് നടത്തിയ ഒരു ഭരണ സംവിധാനം. ഫ്രാൻസിൻ്റെ ആ വ്യവസ്ഥകളും പഠിക്കുമ്പോൾ അന്ന് ജനരോഷമുയർന്നു. എന്താണ്? ഞങ്ങൾക്കിങ്ങനെ അടിമകളായി കിടക്കാൻ താല്പര്യമില്ല. ഒരു കൂട്ടം ആളുകൾ സമൂഹത്തിൻ്റെ എല്ലാ നന്മകളും സുഖലോലുപതകളും അനുഭവിച്ച് ഇങ്ങനെ വല്ലാത്ത ഒരു ജീവിതങ്ങൾ ചെയ്യുന്നു. അല്ലാത്തവരോ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലു എന്ന് പറയുന്ന ദുർഗതിയുടെ അടിമത്ത വ്യവസ്ഥയിൽ ജീവിക്കുന്നു. അപ്പോൾ അത് കണ്ടും കേട്ട് ലൂയി 16 കാലഘട്ടത്തിൽ നടന്ന വൃത്തികെട്ട ഭരണ സംവിധാനങ്ങൾക്ക് അയാളുടെ ഭാര്യ മേരി രാജ്ഞി നടത്തിയ അവിഹിത ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധാർമ്മിക മൂല്യച്യുതികളൊക്കെ സംഭവിച്ച് ജനമെല്ലാം വല്ലാത്ത ഇരുട്ടിലേക്ക് തപ്പിത്തടയുമ്പോൾ ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നും മോണ്ടസ്ക്യൂ പോലെയുള്ള വോൾട്ടയർ പോലെയുള്ള ചില ആളുകൾ ഉയർത്തെഴുന്നേറ്റു. അവർ വിളംബരം ചെയ്യുന്ന ഒരു ആശയമുണ്ട്: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതെവിടുന്ന് ഇവർക്ക് ഈ ആശയം കിട്ടിയത്? ഇവരെവിടുന്നെങ്കിലും കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് എഴുതി തയ്യാറാക്കിയ കാര്യമല്ല. ആ ആശയം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചൊരു വ്യക്തിയുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ആരാധനായ കർത്താവായ യേശുക്രിസ്തു. അദ്ദേഹം പാലസ്തീൻ്റെ മണ്ണിൽ കൂടെ നെടുകയും കുറുകയൊക്കെ നടന്ന് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എവിടെയാണ് എൻ്റെ തെളിവ്? അക്കമിട്ട് വാക്യങ്ങൾ നിരത്തി പറയാൻ എനിക്ക് കഴിയും. നിങ്ങൾ കേൾക്കാൻ തയ്യാറായി, ഞാൻ പറയാൻ തയ്യാറാണ്. ഞാൻ എല്ലാ ദിവസവും പ്രസംഗം, ഒരു ദിവസം പോലും കഴിഞ്ഞ ഏറിയ നാളുകളായിട്ട് ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ എല്ലാ ദിവസവും പ്രസംഗവും യാത്രയാണ്. എൻ്റെ വണ്ടിക്കകത്ത് എല്ലാ സെറ്റപ്പുമായിട്ടാണ് ഞാൻ ഇറങ്ങിയേക്കുന്നത്. ഞാൻ ഒരു സഭയുടെ ശുശ്രൂഷകനാണ്. 20 വർഷമായി ഷാരോൺ ഫെലോഷിപ്പിൽ ഒരു സഭയിലെ പാസ്റ്ററായിട്ട് തന്നെ ഇരിക്കുന്നു. സഹ ശുശ്രൂഷകന്മാരുണ്ട്.
ഞാൻ ആഴ്ചയിൽ ഒരിക്കലാണ് വീട്ടിൽ ചെല്ലുന്നത്. കർത്തൃമേശ നടത്താനൊക്കെ മാത്രം, സ്നാനം നടത്താനുള്ള കാര്യത്തിന് മാത്രം. എന്താ അങ്ങനെ പോകുന്നത്? ഞാൻ പാസ്റ്ററായിരിക്കുമ്പോൾ തന്നെ ഒരു സുവിശേഷകനാണ്, ആ വിളി എനിക്കുണ്ട്. അതിൻ്റെ താഴോട്ടും അതിൻ്റെ മുകളിലോട്ടും എനിക്ക് പോകാൻ പറ്റില്ല. വിളിച്ച വിളിയിൽ നിന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പം ഞാനീ പറഞ്ഞതിൻ്റെ താല്പര്യം അതുകൊണ്ട് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിയാണ് ഒരു സമൂഹത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. എൻ്റെ വാക്കോ ശബ്ദമോ ഒക്കെ വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ ഉണ്ടാകുന്ന ചിന്തകൾക്ക് ഒരു പക്ഷേ സാധ്യതയുണ്ട്. അതിലൊന്നും കാര്യമില്ല. ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകും. ഇപ്പം മനസ്സിലായില്ലെങ്കിലും നാളെ മനസ്സിലായിക്കോളും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു പ്രത്യാശയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ ഈ ആത്മാവിൻ്റെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് വെറും ആവേശമാണത്. പിന്നെ അത് പരവേശമാണ്. ആവേശമല്ല, പരവേശമല്ല. ആത്മാവ് എന്ന് പറയുന്നത് അകത്തളങ്ങളിൽ കത്തുന്ന സ്തോത്രം, ആ ദൈവിക ചലനത്തിൻ്റെ പ്രകടനമാണ് ആത്മാവിൻ്റെ വ്യാപാരം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അതിന് ഉപരിവിപ്ലവങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കണ്ട. കേട്ട് ചിന്തിച്ച് വരുമ്പോൾ, ശരിയും തെറ്റും മനസ്സിലാകുമ്പോൾ നമ്മുടെ ആത്മാവ് ഉണരുമ്പോൾ നമ്മൾ പ്രതികരിക്കും. ചിലപ്പോൾ അന്യഭാഷ പറയും, ചിലപ്പോൾ കൈയടിക്കും. ഈ കഴിഞ്ഞ ദിവസം ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചെങ്ങന്നൂർ സെൻട്രൽ കൺവെൻഷനിൽ ചരിത്രത്തിൻ്റെ അകമ്പടിയിൽ നിന്നുകൊണ്ട് എന്നാലാവുന്നത് പോലെ തിരുവചനങ്ങൾ പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അങ്ങകലയിൽ നിന്നൊരു മനുഷ്യൻ അത് കേട്ടുകൊണ്ട് ഓടി കരഞ്ഞ് നിലവിളിച്ച് ഈ പുൾപ്പിറ്റിലേക്ക് വന്ന് കാൽച്ചുവട്ടിൽ വന്ന് വീണു. അത് ആ ലൈവിൽ കാണാം. ദൈവത്തിന് സോറി. ഇവിടെ വന്നപ്പോൾ ഒരു ദൈവാസം പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിക്കുന്നത് കണ്ടായിരുന്നു പറഞ്ഞു. അവിടെ ഒരു പാസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ചിന്തയുണ്ടായത് എന്താണെന്നറിയാമോ? ഉള്ളിൽ പാപബോധമുണ്ടായപ്പോൾ, ദൈവവചനം കേട്ടപ്പോൾ അങ്ങകലെ ഉണ്ടായ ആ മനുഷ്യൻ കേട്ട് നടന്നു വന്ന് കേട്ട് വന്ന വഴിയിൽ ഉള്ളിൽ പാപബോധമുണ്ടായിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ അടുക്കൽ വന്ന് കയറി. അപ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല. നമ്മൾ ദൈവത്തെ നിയന്ത്രിക്കേണ്ട, ദൈവം നമ്മളെ അങ്ങ് നിയന്ത്രിച്ചാൽ മതി. ബാക്കി ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കായി ദൈവം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അത് വിശ്വസിക്കുന്നവർ കരമുയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറയാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഫ്രഞ്ച് വിപ്ലവം അതാണ് പിന്നീടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്കതിലേക്ക് പോകണം. ഇപ്പോൾ റിപ്പബ്ലിക് ദി ക്യാപിറ്റൽ ഫ്രഞ്ച് വിപ്ലവം എന്നൊക്കെ പറഞ്ഞാൽ എന്തോ മനസ്സിലാകാനാ? ഒന്നും മനസ്സിലാകാൻ പോണില്ല. പിന്നീട് ലോകപ്രസിദ്ധമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അത് പറഞ്ഞതാരാ? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി എന്താ പറഞ്ഞത്? പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിക്കൂ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. മഹത്തായിരിക്കുന്ന ആശയമാണ് അവർ അവതരിപ്പിച്ചത്. എത്ര വലിയ ആഹ്വാനമാണ്! ചെറിയ വാക്ക്. ഒന്നെങ്കിൽ പ്രവർത്തിക്കണം അല്ലെങ്കിൽ മരിക്കണം. എനിക്കതേ പറയാനുള്ളൂ. എനിക്കതേ നമ്മുടെ സഭകളോട് പറയാനായിട്ടുള്ളൂ. ജീവിച്ചിരിക്കുന്നു. അതിന് പൗലോസ് പറഞ്ഞൊരു വാക്യമാണ്, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു അല്ലേ? ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു. കുറേ നാൾ ജീവിക്കുന്നു എന്നുള്ളതല്ല ഒരു ഭക്തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ. ജീവിക്കുന്ന കാലം ഭക്തൻ ക്രിസ്തുവിന് എന്ത് ചെയ്തു എന്നുള്ളതാണ്. ക്രിസ്തുവിന് വേണ്ടി. കാരണം നിനക്ക് വേണ്ടി ക്രിസ്തു ചെയ്തത് അവസാന തുള്ളി വരെ ഊറ്റിത്തന്നു എന്നാണ്. ആ ക്രിസ്തുവിന് വേണ്ടി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീട് വെച്ച് കൊടുക്കുന്നോ? കല്യാണം നടത്തി കൊടുക്കുന്നതോ? സ്ഥലം എഴുതി കൊടുക്കുന്നോ? അതൊന്നുമല്ല. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നത് സമസൃഷ്ടിയുടെ വിമോചനമാണ്. നരകത്തിൻ്റെ വിറകുകൊള്ളിയായി അട്ടിയിട്ടിരിക്കുന്നതായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും മനുഷ്യനെ വിമോചിപ്പിച്ചെടുക്കുക. വല്ല വിധേനയും എങ്ങനെയെങ്കിലും ഒരുവനെ നേടുക. അത് പ്രാർത്ഥനയോ പ്രസംഗമോ എഴുത്തോ പാട്ടോ എന്തുമായിക്കൊള്ളട്ടെ. അപ്പോൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാൻ സന്നദ്ധരുള്ള ആളുകൾ ഈ കാലഘട്ടത്തിൽ കർത്താവ് അന്വേഷിക്കുന്നുണ്ട്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അല്ലേ? അത് തന്നെ തീരുമാനിച്ചിറങ്ങിയേക്കുന്ന പ്രസംഗത്തിന്. ഇത് പ്രസംഗിച്ചിട്ട് മരിക്കേണ്ടി വന്നാലും അത് ലാഭമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് പ്രസംഗിച്ചിട്ട് ഞങ്ങളുടെ ചോര ഈ മണ്ണിൽ പടർന്നു പന്തലിച്ചാലും ആ ചോരച്ചാലുകളിൽ നിന്നും അടുത്ത തലമുറ വീണ്ടും പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യർക്കിടയിൽ യേശുവല്ലാതെ മറ്റൊരു നാമമില്ല എന്ന്. കാരണം ഇത് മതമല്ല, ഇതൊരു മാർഗം, ജീവൻ്റെ മാർഗം, മരണത്തിനപ്പുറമുള്ള ജീവിതം കണ്ടെത്തിയ മാർഗം. മരിച്ചവനായിരുന്ന ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്ഥാപിച്ച മാർഗം. ആ മാർഗം ആശയങ്ങൾക്കോ ആയുധബലങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. അതിൻ്റെ അഭിഷേകത്തിൽ, അറിവിൽ, അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങളിത് പ്രസ്താവിക്കുന്നത്. അപ്പോൾ മഹാത്മാഗാന്ധിജി പറയാം, ഒന്നെങ്കിൽ പ്രവർത്തിക്കൂ അല്ലെങ്കിൽ മരിക്കൂ. ഇതൊക്കെ വിമോചനമാണ്. എന്നാൽ ബൈബിൾ ചരിത്രം പഠിച്ചു നോക്കുമ്പോൾ മഹത്തായിരിക്കുന്നൊരു സ്വാതന്ത്ര്യം കാണുന്നുണ്ട്. അത് വേറെ ആരുടെയല്ല. മതങ്ങളുടെ മാതാവായി നിലകൊള്ളുന്ന യഹൂദ മതം ഈജിപ്ഷ്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ കിടന്നതായ അടിമത്തത്തിൽ നിന്ന് ലഭിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം, മോശ എന്ന് പറയുന്ന മനുഷ്യരിൽ കൂടെ ലഭിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം,
450-ലധികം വരുന്ന വർഷങ്ങൾ, 400-ലധികം വരുന്ന വർഷത്തിൽ കിടന്ന അടിമവത്ത വ്യവസ്ഥയുടെ ചെങ്ങലകളെ അഴിച്ചു മാറ്റിയിട്ട് ജനമിറങ്ങി പുറപ്പെടുമ്പോൾ ആ പുറപ്പാടിന് പിന്നിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യത്തെയാണ് ഗലാത്യ ലേഖനത്തിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത്. ദൈവം അവിടെ ജനത്തെ വിമോചിപ്പിച്ചതിൻ്റെ ഒറ്റ ഉദ്ദേശം മനസ്സിലായവർ കരമുയർത്തി സ്തോത്രം പറ. എന്നെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിടുവിക്കുക. കരമുയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ഇവിടെ ഒരു രാജ്യം സ്ഥാപിക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്, ഒരു പ്രസ്ഥാനവൽക്കരണത്തിന് വേണ്ടിയിട്ടല്ല, ഒരു മതപശ്ചാത്തല സാമൂഹിക വ്യവസ്ഥകൾ ഉണ്ടാക്കാനല്ല. അവിടെ ദൈവം ഒരു വിമോചനം അവർക്ക് മോശയിൽ കൂടെ കൊടുക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കാൻ, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ, ദൈവത്തിൻ്റെ കർമ്മ പദ്ധതിയുടെ പങ്കാളിയായി തീരാൻ. ബൈബിൾ വിഭാവനം ചെയ്യുന്ന വിമോചനം ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് മനുഷ്യൻ വിടുവിക്കപ്പെടുക എന്നുള്ളതാണ്. അതിൻ്റെ ആ സ്വാതന്ത്ര്യമാണ് പഴയ ബൈബിളിൻ്റെ പ്രഥമ ഭാഗമായിരിക്കുന്ന പഴയ നിയമം. ഉൽപ്പത്തി മുതൽ മാലാഖി വരെയുള്ള 39 പുസ്തകമാണ് പഴയ നിയമം. അതിൽ രണ്ടാമത്തെ പുസ്തകമായ പുറപ്പാട് മുതൽ മാലാഖി വരെയുള്ള സംഭവങ്ങൾ ഈ പറയുന്ന വർഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇസ്രായേൽ യഹൂദനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചരിത്രങ്ങളാണ്. അവരുടെ മതം, ആലയം, ആചാരം, അനുഷ്ഠാനം, വേഷവിധാനം, അവരുടെ സിവിൽ മേഖലകൾ, ധാർമ്മിക മേഖലകൾ, രാഷ്ട്രീയ വ്യവസ്ഥകൾ, അങ്ങനെ തുടങ്ങുന്ന നിരവധി കാര്യങ്ങളുടെ വിശദീകരണമാണ് പഴയ നിയമമെന്ന് പറയുന്നത്. ആ പഴയ നിയമമെന്ന് പറയുന്ന ബൈബിളിൻ്റെ പ്രഥമ ഭാഗത്തെ പഴയ നിയമമെന്ന് വിളിക്കാൻ കാരണം അവർക്കൊരു നിയമമുണ്ടായിരുന്നു കൊണ്ടാണ്. പഴയ നിയമമെന്നാണ് ബൈബിൾ അതിനെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ആ നിയമം? വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ച് ബൈബിൾ ഒരു നിയമ പുസ്തകമാണ് എന്ന് ഞാൻ ഈ നാട്ടുകാരോട് പറയുകയാണ്. നമ്മുടെ രാജ്യത്തിനൊരു നിയമമുണ്ട്. 1946 ഡോക്ടർ BR അംബേദ്കറിൻ്റെ രചനയിൽ ആവിർഭവിക്കപ്പെട്ട് 1956 രാജ്യത്തിന് വിഭാവനം ചെയ്ത ഭരണഘടന, ജനാധിപത്യ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വിപുലമായ ആ ജനാധിപത്യ ഭരണഘടന നമ്മുടെ രാജ്യത്തിൻ്റെ മതഗ്രന്ഥം. ശ്രദ്ധിച്ച് കേൾക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ മതഗ്രന്ഥം ഭരണഘടനയാണ്, വേറൊന്നുമല്ല. അതാക്കാൻ ശ്രമിക്കുകയും വേണ്ട. രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ മതഗ്രന്ഥം. ആ മതത്തിൻ്റെ ആശയം എന്ത് പറയും? ജനാധിപത്യമാണ്. ആ ജനാധിപത്യ മൂല്യതകളെയാണ് തച്ചുടയ്ക്കാനായിട്ട് ഇന്നത്തെ ചില ആളുകൾ ശ്രമിക്കുന്നത്. അത് ഒരിക്കലും സാധ്യമാകാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ ഭരണഘടന ഇന്ത്യക്ക് ലഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിലെ ജനങ്ങൾ വിവിധ സാംസ്കാരിക, മത, സാമൂഹിക വ്യവസ്ഥകൾ ജീവിക്കുന്നവരാണ്. വിവിധ ഭാഷകൾ, വിവിധ വിശ്വാസങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ കൊണ്ട് നിബിഡമാണ് നമ്മുടെ ഇന്ത്യ. 29 സംസ്ഥാനങ്ങളിൽ നിരവധി മതങ്ങൾ ഇവിടെയുണ്ട്. ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായ വിശ്വാസങ്ങൾ ഇവിടെയുണ്ട്. ഇവരെല്ലാം ഒരു കുടക്കീഴിൽ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ നിർത്തണമെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിൻ്റെ, ഒരു ഭരണഘടന ആവശ്യമാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ അടിമത്ത വ്യവസ്ഥയിൽ നിന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഭാഷകൾ അടിസ്ഥാനത്തിൽ രാജ്യത്തിനെ സംസ്ഥാനങ്ങളായി വേർതിരിച്ച് സ്വയംഭരണ അവകാശത്തിനുള്ള അവസരം കൊടുത്തപ്പോൾ എല്ലാവർക്കും അവരുടേതായ രീതികളിൽ അവരുടെ സമൂഹത്തിന് വികസനത്തിന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും ചെയ്യാം. പക്ഷേ അതെല്ലാം ഒരു കേന്ദ്ര ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ അരാജകത്വം ഉണ്ടാകും, കൊലപാതകങ്ങൾ, കൊള്ളിവെപ്പുകൾ, കലാപങ്ങൾ, അങ്ങനെ ഒരുപാട് ചൂഷണ, പീഡിത, നീതി നിഷേധ, പാർശ്വവൽക്കരണ സംവിധാനങ്ങൾ ഇവിടെ വരും. അങ്ങനെ വന്നാൽ ഇവിടെ സമാധാനമുണ്ടാകുമോ? ഒരിക്കലുമില്ല. സന്തോഷമുണ്ടാകുമോ? ഇല്ല. ഈ നാട് മുഴുവൻ രക്തപ്പുഴകളായി തീരും. കാരണം എന്താ? എൻ്റെ മതമാണ് ശരി, എൻ്റെ വിശ്വാസമാണ് ശരി. സത്യത്തിൽ അതൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പം അതൊന്നുമില്ലാത്ത സമത്വ സുന്ദരമായ, സുഖമായ, സുഖകരമായ രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി ഒരു ഭരണഘടന ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാത്ത ഇന്ത്യയിൽ